കേട്ടോ. ദുബായ് മെട്രോയിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി മെട്രോ സ്റ്റേഷനാണ് ഈ എക്സ്പോ 2020 എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷന്. അപ്പം നമ്മളിന്ന് പോകുന്നത് എക്സ്പോ 2020യിലേക്കാണ് കേട്ടോ. ഭയങ്കര ക്ലാസ് ലുക്കാണ് ഈ മെട്രോ സ്റ്റേഷൻ. നമുക്ക് എത്ര തിരക്ക് വന്നാലും ഈ ഒരു നീറ്റും കാര്യങ്ങളുണ്ട്, അടിപൊളിയാണ്. ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കിയാൽ ലൈറ്റിങ്, ഈ നീറ്റ്നെസ് സൂപ്പറാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പോൻ്റെ ഫ്രണ്ട്. ആ എക്സ്പോ ടൈമിൽ ഇവിടെയൊക്കെ എന്ത് തിരക്കായിരുന്നെന്ന് അറിയുമോ? ലൈക്ക് മെട്രോ തൊട്ട് ഇവിടം വരെ ഫുൾ തിരക്കായിരുന്നു. അങ്ങനെ ഇരിക്കും, നമ്മൾ ക്യൂ നിന്ന് വേണം വരാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റോട്ടേഴ്സിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പോ 2020യിലെ വിശേഷങ്ങളാണ്. അതിനായിട്ട് നമ്മളുള്ളത് ദുബായ് മെട്രോ പിടിച്ച് നേരെ എക്സ്പോ 2020 എന്ന് പറഞ്ഞ സ്റ്റോപ്പിലേക്ക് വന്നു. നമ്മൾ എക്സ്പോ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ എക്സ്പോ 2020യുടെ ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 കൺസെപ്റ്റിൽ 5 കളേഴ്സിലായിട്ടാണ് അവരിവിടെ ഓരോ കൺട്രീസും എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. അതിനു മുമ്പ് ഈ എക്സ്പോ 2020 എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ ഓരോ കൺട്രീസിൻ്റെ കൾച്ചേഴ്സും അവരുടെ ഇമ്പോർട്ടൻറ്റ് കസ്റ്റംസും കൾച്ചേഴ്സും അങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ സെൻ്ററാണിത്. ഇപ്പോൾ ഇതിനെ എക്സ്പോ സിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ എന്തൊക്കെ കൺട്രീസ് ഉണ്ടെന്നുള്ളത് അത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ അതെ ഓസ്ട്രേലിയ ഉണ്ട്, ചൈന ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്, അങ്ങനെ ഓരോന്ന് അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ വന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഇനി അഥവാ നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യണമെങ്കിൽ ഇത് അവരുടെ ഒരു മാപ്പ് സ്കാൻ ചെയ്യാനുള്ളൊരു ഡിജിറ്റൽ QR കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് നമ്മളെ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ പോകുന്ന വഴിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു റോഡ് ടേസ്റ്റ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എക്സ്പോ സിറ്റി. ഈ ഡോം ഉണ്ടല്ലോ 70 മീറ്റർ ഹൈറ്റ് ആണുള്ളത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 130 ഡയമീറ്റർ. അപ്പോൾ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അട്രാക്റ്റിംഗ് പീസ്, സെൻറ്റർ പീസ് എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇവിടെയാണ് ഓപ്പണിംഗ് സെറമണീസ്, ക്ലോസിംഗ് സെറമണീസ് ഒക്കെ നടക്കുന്നത്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ മെയിൻ പ്രോഗ്രാംസ് നടക്കുന്നത് എവിടെയാണ്. ഈ ഡോം ഉണ്ടല്ലോ രാത്രി കാണുന്നത് അടിപൊളിയാണ്. പിന്നെ എപ്പോഴും ഒരു ലൈറ്റ് മ്യൂസിക് എപ്പോഴും ഇതിൽ കൂടെ ഇങ്ങനെ അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ കാണുന്ന ഈ ഇത് കണ്ട ഈ റൗണ്ട് മൊത്തം അത് ഫുൾ ലൈറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ പണിയാനായിട്ട് അവർ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അടിപൊളി. നൈറ്റിന്റെ ഫീലിങ്സ് വേറെയാണ്, സൂപ്പർ തന്നെയാണ് കേട്ടോ. ഇതിന്റെ സ്റ്റേജ് വന്നിട്ടുണ്ടല്ലോ ഈ സെന്ററിലാണ് ഇതിന്റെ സ്റ്റേജ് വന്നത്. ഇതാണ് എൻ്റെ സ്റ്റേജ്. പിന്നെ ഇതിന്റെ സീറ്റിങ്സ് കണ്ട ഇങ്ങനത്തെ ഒരു സീറ്റിങ്സ് ആണ്. സൈഡില് ഇങ്ങനെ ഫുൾ ഇങ്ങനെയായിട്ടിരിക്കുക. പിന്നെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയാ, ഒറിജിനലാക്കി അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ്. നോക്കിയാൽ മണ്ണൊക്കെ വെച്ചിട്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ചെടിയല്ലേ. ചെടിയുടെ പേരെന്താ? പേരെനിക്ക് അറിയില്ല കേട്ടോ. പേര് അറിയണവരൊന്ന് കമന്റ് ചെയ്യണേ. ഫുൾ ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര നാച്ചുറാലിറ്റി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതില്. പിന്നെ ആ കാണുന്ന ഇത് കണ്ടോ നിങ്ങൾ, ആ ഒരു ചെറിയൊരു വീട് പോലത്തെ സാധനം, അതിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ ലൈറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ ഓഡിയോ വിഷ്വൽ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടീംസൊക്കെ ഇരുന്നിട്ട് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ.
2020 കൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? അവര് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് സസ്റ്റൈനബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, മൊബിലിറ്റി, ആ 3 കൺസെപ്റ്റില് അവര് എല്ലാ മൈൻഡുകളും കണക്ട് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് ഈ എക്സ്പോന്റെ ഒരു കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റിലാണ് അവർ വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനത് കാണാപ്പടം പഠിച്ച് പറയാന്ന്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാനത് നോക്കി പഠിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നാണ്. ഇങ്ങനെ ഒരു 3 ഡിസ്ട്രിക്ട് പോലെ അവരൊരു മാപ്പ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്ട്, മൊബിലിറ്റി ഡിസ്ട്രിക്ട്, പിന്നെ അപ്പുറത്ത് സസ്റ്റൈനബിലിറ്റി ഉണ്ട്. എവിടെ സസ്റ്റൈനബിലിറ്റി കണ്ടോ? സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ 3 എണ്ണതായിട്ടാണ് കൊടുത്തേക്കണത്. അപ്പം അതിൽ വന്നതാണ് കേട്ടോ ഓരോ ഈ അതിൻ്റെ ഉള്ളിൽ വന്ന കൺട്രീസുകളാണ് അവരവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിതിലിപ്പോൾ ആദ്യം എവിടേക്ക് പോകണം? അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനായിട്ട് സംസാരിച്ചു കേട്ടോ. പാലക്കാടുള്ള ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ 7 പവലിയനാണ് ഓപ്പൺ ഉള്ളൂ. നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയി. ഇവിടെ കുറച്ച് മുമ്പ്, അതായത് 7-ാം തീയതി വരെ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഇവൻറ്റ് വന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ബഗ്ഗീസ് പോകുന്നുണ്ട്, ചെറിയ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിവിടെ ഒരു മൊത്തത്തിലൊന്ന് ചുറ്റി കാണിക്കും. അപ്പം നമ്മളിപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ 7 പവലിയൻസിൽ കയറണമെങ്കിലും സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 50 dirhams ആണ് ഈച്ച് പവലിയൻസിൽ. പിന്നെ അതുപോലെ തന്നെ 120 dirhams കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോംബോ പാക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഈ 7 പവലിയൻസിൽ കയറാൻ പറ്റും. അത് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. ചേട്ടൻ എവിടെ നാട്ടിൽ നിന്ന്? കോയമ്പത്തൂരാ. അപ്പൊ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ അവിടെ ആക്കി തരും. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചുറ്റി കാണണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ. ഓരോ ഡിസ്ട്രിക്റ്റില് ഓരോ പവലിയൻ ആണോ അതോ അങ്ങനെയുള്ളൂ? But the sustainability have the Terra Pavilion. Okay. Mobility have the Alif, which is the big like spindle type model building. Terra is the one solar. And sustainability another 2 pavilions which is opposite side, which this is women's and mission pavilion. Oh. 3 pavilions, the main one the sustainability district and one in the Alif mobility. Okay. And the Surreal waterfalls, which is a free. Yeah, waterfall. That's near the dome, Al-Wasl dome. Al-Wasl dome. Yeah. And the garden in the sky open 2 o'clock afternoon. And the rest of the pavilion open 10 to 6. 10 to 6, okay. So 10 to 6 ആണ് ഇവിടെ പവലിയൻ ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ വൈകിട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ ചേട്ടൻ. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എത്ര ആദ്യമേ തൊട്ടുണ്ടായിരുന്നോ? അല്ലേ? ഞങ്ങളുടെ എക്സ്പോന്റെ ടൈമിലാണ് വന്നേക്കുന്നേ. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കായിരുന്നു. 24 മില്യൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓൾമോസ്റ്റ് നമ്മുടെ എക്സ്പോന്റെ ടൈമിൽ 24 മില്യൺ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. 10-12 അതായത് ഇന്ത്യ, ചൈന, പിന്നെ സൗദി അറേബ്യയിലൊക്കെ ഞാൻ ഒരു ദിവസം വന്ന് ക്യൂ നിന്ന് കയറിയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാണ് കേട്ടോ. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ ഇറങ്ങാണ്. അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു. നമുക്ക് നല്ലൊരു ചേട്ടനാണ് കേട്ടോ കിട്ടിയത്. ചേട്ടൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു. ഇവിടെ ഇപ്പോൾ പുതിയ പ്രൊജക്ട്സുകൾ വരികയാണ്, കുറേ ബിൽഡിങ്ങുകൾ വരികയാണ്. പിന്നെ അതുമാത്രമല്ല ഇപ്പം പണ്ടത്തെ അത്രയും മീൻസ് ആൾക്കാർ വൈകിട്ടൊക്കെ നമ്മളാണ് വന്ന് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മളിത് അവിടെ ഒരു വാട്ടർഫോളിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വാട്ടർഫോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും.
മീൻസ് ലൈക്ക് ഇൻസ്റ്റാ റീൽസിലും അതുപോലെ തന്നെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല വെയിലാണ് ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല വെയിലാണ് കേട്ടോ. ഇതാണ് സിറിയൽ വാട്ടർഫോൾസ്. ഇതുണ്ടല്ലോ 100 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ഈ സാധനം. ഞാൻ അതിലേക്കൊന്ന് കയറാൻ പോവാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് വേണം കയറാനായിട്ട്. ഇതിന്റെ അവര് പറഞ്ഞേക്കണത് ഒരു 100 സെന്റിമീറ്റർ അവിടെ വരെ പോവാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ. ഇതുണ്ടല്ലോ ചെറിയ ചെറിയ സ്റ്റോണുകളാണ്, നമുക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടേ. പിന്നെ നല്ല രസമുണ്ട് വെള്ളം. എനിക്ക് തോന്നുന്നു വെള്ളത്തിന്റെ ഫോഴ്സ് കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ടല്ലോ ഈ എക്സ്പോന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ട്രെയിനിന്റെ സ്റ്റേഷനാണ്. അപ്പോൾ ആ ട്രെയിൻ എന്ന് പറയണത് നമ്മളെ ഇവിടെ ഫുള്ള് ചുറ്റി കാണിക്കൂട്ടോ. അപ്പോൾ ഇവിടെ ഒറ്റ കൺട്രീസിന്റെ പവലിയൻസ് ഓപ്പൺ അല്ല, ഒരു 7 പവലിയൻ മാത്രമാണല്ലോ ഓപ്പൺ ഉള്ളത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകും. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഇതിന്റെ ആക്ച്വലി ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാണാനും ഔട്ട്ലുക്ക് കാണാനും നല്ലതാണ്. അപ്പോൾ ഈ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ചുറ്റും കാണിക്കും. പിന്നെ അത് മാത്രമല്ല, നോക്കിയാൽ ഇവിടെ സൈക്കിളും ഇതുപോലത്തെ ഈ ചെറിയ സ്കൂട്ടേഴ്സും ഉണ്ട് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ അവിടെ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് പേ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ശരിക്കും പറയണമെങ്കിൽ നമുക്ക് പേടിച്ചു ഞാൻ സൗണ്ട് കേൾക്കൂട്ടോ. അതെന്താണെന്നറിയോ, അതങ്ങനെ എടുക്കാൻ പറ്റില്ലേ? ഞാൻ പെട്ടൂന്ന്. അത് നമ്മുടെ ഫോണിൽ ആപ്പ് മീൻസ് അത് ചെയ്തിട്ട് 1 മിനിറ്റിന് 1 ദിർഹംസ് ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ചോദിച്ചപ്പോൾ. അപ്പം അതെടുത്ത് നമുക്ക് ഇതിക്കൂടെ ചുറ്റിതാക്കാൻ പറ്റും. നിങ്ങൾ ചുറ്റും നോക്കിയേ, എന്ത് ക്ലീനാ നോക്കുക. അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഓരോ ഇവന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴും അവർക്ക് ഒരാഴ്ച മെയിൻറ്റെയിൻസ് ഉണ്ട് സംഭവം. ഇവിടെയൊക്കെ എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ കുറച്ച് വിട്ടിട്ട് അവരിങ്ങനെ ഈ വേസ്റ്റ് ക്യാബിൻസ് വെച്ചിട്ടുണ്ട്. അതും ഓരോന്ന് തിരിച്ച് വെക്കാൻ. ഇത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഇവിടെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫൈനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇതെനിക്ക് കാണാൻ നേരത്തെ. നമ്മുടെ എന്താ പറയാ, നാട്ടിലത്തെ ഒരു ഫീലിങ്സ്. നല്ല തണല്. എന്തിനാന്നറിയില്ല അവരിങ്ങനെ ഓരോ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറയുന്നത് നമ്മൾ അട്രാക്ട് ചെയ്യും. ഇപ്പൊ കണ്ടു, നമ്മൾ അവിടെ നിന്നതാണ്, ഇത് കണ്ടിട്ട് നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തോ ജനറേറ്റർ പോലത്തെ സാധനമാണ്.
അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ചുറ്റും ഗാർഡൻസും. അപ്പോൾ ഞാൻ സാധനം കാണിച്ചിട്ട് അവരിവിടെ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് അവരുടെ സംഭവം പണിത് വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ, സബിൽ ഡ്രിങ്കിങ് വാട്ടർ ഫൗണ്ടേഷൻ. ഇതാണ് സംഭവം. നമ്മൾ അകലിൽ നിന്ന് കാണുമ്പോൾ ഇതൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു കുളം പോലത്തെ സംഭവം ഇരിക്കാന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇതൊരു എന്താ പറയുക, ഒരു പൈപ്പാണ് കഴിച്ചത്. വാ, നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് വാട്ടർ. കുളിച്ചു. ഈ ട്രെയിനാണ് ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം. എക്സ്പോ എക്സ്പ്ലോറർ, അതാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ പേര്. ട്രെയിനിൻ്റെ കളർ എനിക്ക് വളരെയധികം ഇഷ്ടമായി, യെല്ലോ. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ ഓൾറെഡി ഒരു ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. نرجو أن تستمتعوا برحلتكم ومرحبا بكم في مدينة إكسبو دبي. Dear Expo City community, your safety is important to us. Please pay attention to the safety instructions when operating buggies, e-bikes or e-scooters. Please enjoy and welcome to Expo City Dubai. ഓക്കെ, അപ്പം നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് അവർ നമ്മളിവിടെ ചുറ്റിപ്പിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സേഫ്റ്റിയുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അവരിവിടെ സ്പീക്കറിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിവിടെ ട്രെയിനിൽ എഴുതിയിട്ടുണ്ട് സേഫ്റ്റി ഉണ്ടോ. വളരെ പതുക്കെയാണ് ട്രെയിൻ പോണത്. കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ, നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്. ഈ ഒരു സ്ട്രക്ചർ വെറുതെ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു സ്റ്റീൽ സ്ട്രക്ചർ കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അത് അകലെന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു കളർ കോഡിൽ തന്നെ കാണുമ്പോൾ ഒരു ഗ്രേ കളറാണ് ഫുള്ള്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ കുറച്ചൊരു ഇവന്റ് വന്നാലാണ് കേട്ടോ എക്സ്പോ സിറ്റി ഒന്ന് ഓൺ ആവുള്ളൂ. ഇപ്പം അടുത്ത് തന്നെ ഒരു ഇവന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റെനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വന്ന ടൈം ടോട്ടലി ഒന്ന് മാറിപ്പോയി. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല രസമായിരിക്കും, ക്ലൈമറ്റും ലൈറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ടൂറിസ്റ്റുകൾ വന്ന് നമ്മൾ നേരത്തെ കയറി ട്രെയിനിലൊക്കെ ഒന്ന് കയറി എല്ലാം ചുറ്റിക്കറങ്ങി പോകുന്നുണ്ട്. പിന്നെ 7 പവലിയൻസ് ഓൺ ആയിട്ടുള്ളൂ. അതിൽ കയറണമെങ്കിൽ നമ്മളൊരു പാക്കേജ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.